നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിക മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? നെട്ടൂർ പാലത്തിന് താഴെ കണ്ട കാറിൽ കത്തിക്കരിഞ്ഞ ബോഡി കാർത്തികയുടേത് തന്നെയാണോ, അല്ലെങ്കിൽ മരണപ്പെട്ടത് ആരാണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം നമുക്ക്. ആ ഉത്തരങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ജഡ്ജിയുടെ വിധിവാചകം ഉണ്ടാവും. എന്തൊക്കെയാ നീ പറയുന്നേ? പറഞ്ഞു പോകുന്നതാണമ്മ. ഉള്ളിലുള്ളതെല്ലാം അറിയാതെ വന്നു പോവുക. മനസ്സ് പിടിച്ചെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്താ അമ്മ ചെയ്യ? ശാരദാമ്മേ, അവള് പറയട്ടെ. കേൾക്കാനിപ്പോ ഞാനും ബാധ്യസ്ഥയാണല്ലോ. മകന്റെ രക്ഷയ്ക്കായി ശാലിനെ കാണാൻ ആഗ്രഹിച്ചപ്പോഴേ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. അവള് പറയട്ടെ. ശാരദാമ്മേ, സാധിക്കുമെങ്കിൽ ഇവളോട് വിഷ്ണുവിനെ ഒന്ന് കാണാൻ പറയണം. അവനൊപ്പിട്ടാലേ ജാമ്യത്തിന് അപേക്ഷിക്കാൻ പറ്റൂ. നിങ്ങളുടെ മകൾ ഇത് ചെയ്തു തരുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ശാരദാമ്മേ, ഞാൻ ഇറങ്ങുന്നു. ഒരല്പം കൂടിപ്പോയ മോളെ. അവസാനം ഒരു സഹായം ചോദിച്ചിവിടെ വന്നതല്ലേ? അത്രയെങ്കിലും ഞാൻ പറയണ്ടേ അമ്മേ? ഒരു ജന്മം പറഞ്ഞാൽ തീരാത്തത്രയും കണക്കുണ്ട് അവരുടെ മുന്നിൽ നിരത്താനായിട്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ സാഹചര്യം അതല്ലല്ലോ. വിഷ്ണുവേട്ടൻ അതൊരു വേദനയായി ചങ്കില് നിറഞ്ഞു നിൽക്കുകയല്ലേ. എന്നാ വൈകിക്കണ്ട, മോളിപ്പൊ തന്നെ പോണം. മോള് പറഞ്ഞ വിഷ്ണു കേക്കും. നീ പറഞ്ഞാലേ അവൻ കേക്കൂ. സത്യമ്മ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഈ വീട്ടിൽ വന്നത് തന്നെ നല്ലൊരു സൂചനയാ. എല്ലാം കലങ്ങി തെളിയും മോളെ. ഈ അനുഭവിക്കുന്നതിനെല്ലാം നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവും. മോള് പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. വീണ്ടും സ്വപ്നങ്ങളും മോഹങ്ങളും തരുകയാണല്ലോ അമ്മ. അതങ്ങനെയാ. കൈവിട്ടു പോകുന്നെന്ന് കരുതുന്നിടത്തു നിന്നും ഒരു കച്ചിത്തുരും വിട്ടുതരും. രക്ഷപ്പെട്ടു പോന്ന തിരികെ കിട്ടുന്ന ജീവിതമാ. ശ്രമിക്കുക. കൈയെത്തും ദൂരത്ത് ജീവിതം ഉണ്ടെന്ന് കരുതി പരിശ്രമിക്കുക. ഫലം ഉറപ്പാ. ഞാൻ പറഞ്ഞതല്ലേ അർജുൻ, എനിക്ക് ജാമ്യം വേണ്ട. എനിക്ക് ശാലിനിക്ക് ഒന്നിക്കാനാവാത്ത ഈ ലോകത്തോട് എനിക്ക് വെറുപ്പാണ്. പിന്നെ ഞാനെന്തിനാ ഈ ജാമ്യത്തിൽ ഇറങ്ങുന്നേ? ഞാൻ ഇവിടെ കിടന്നോളാം. ഇതെന്റെ ലോകമാണെന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കുക. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്. സ്വാർത്ഥ താല്പര്യം എല്ലാവർക്കും. തനിക്കോ അത് തന്നെയാ. ശരി, ഞാൻ വരുന്നത് സ്വാർത്ഥ താല്പര്യത്തോടെ തന്നെയാ. തന്നെ രക്ഷപ്പെടുത്തി എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി, അതല്ലേ ഉദ്ദേശിച്ചത്? സമ്മതിച്ചു. തന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ എനിക്കിപ്പോ അത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ അപ്പോ ഇതോ? വിഷ്ണുവേട്ടാ, വാശി വേണ്ട. അർജുനേട്ടൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. അമ്മയല്ല അർജുനേട്ടനോട് ഈ കേസിന്റെ കാര്യം സംസാരിച്ചത്. സത്യാമ്മ സംസാരിക്കുന്നതിന് മുമ്പ് ഞാനാ സംസാരിച്ചത്. ചന്ദ്രബോസ് നോൺ വയലബിൾ വാറന്റ് ആണ് വിഷ്ണുവേട്ടനെതിരെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ ആ നിമിഷം
ഞാൻ അർജുനേട്ടന് ഫോൺ ചെയ്തു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ചയും ചെയ്തു. അതിനുശേഷം മാത്രമാണ് സത്യാമ്മ അർജുനേട്ടനെ വിളിക്കുന്നത്. ഈ കേസ് അർജുനേട്ടൻ തന്നെ ബാധിക്കും. നമ്മൾ ജയിക്കുകയും ചെയ്യും. അതിനു മുമ്പ് ഒരുപാട് കടമ്പകൾ ഞങ്ങൾക്ക് കടക്കേണ്ടതുണ്ട്. കാർത്തിക മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, നെട്ടൂർ പാലത്തിന് താഴെ കണ്ട കാറിൽ കത്തിക്കരിഞ്ഞ ബോഡി കാർത്തികയുടേത് തന്നെയാണോ, അല്ലെങ്കിൽ മരണപ്പെട്ടത് ആരാണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം നമുക്ക്. ആ ഉത്തരങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ജഡ്ജിയുടെ വിധിവാചകം ഉണ്ടാവും. വിഷ്ണുവേട്ടനെ നിരുപാധികം വിട്ടയച്ചു എന്ന്. അതുവരെ എനിക്ക് സഞ്ചരിക്കണമെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ ഹർജിയിൽ ഒപ്പിട്ടേ ഒക്കൂ. ഞാൻ ചോദിച്ചത് തന്നെ ഇപ്പോഴും ചോദിക്കുന്നേ, എന്തിനെ? വിഷ്ണു നിരപരാധിയാണെന്ന് വിഷ്ണുവിനും ഞങ്ങൾക്കും അറിയാം. പക്ഷേ കോടതിക്ക് ബോധ്യം വരണ്ടേ? അത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്തിനാ? വീണ്ടും വിലക്കുകളുടെ ലോകത്ത് ഒന്നും മിണ്ടാനാവാതെ വെറും പ്രതിമ കണക്ക് ജീവിക്കാനോ? എനിക്ക് മടുത്തടോ. എനിക്ക് എന്റേതായിട്ടുള്ളൊരു ലോകമുണ്ട്. അതിന് തടസ്സമായിട്ട് ഒരാളും വരില്ലെന്ന് അർജുന് വാക്ക് തരാൻ പറ്റുമോ? വിഷ്ണു, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു അവസരം കൂടിയായത്. അത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. എനിക്ക് ഈ കേസ് തന്നതിന് ഞാൻ ചെയ്യുന്ന പ്രതിപകാരവും അത് തന്നെയായിരിക്കും. ആ ഒരു ഉറപ്പ് പോരെ? വിഷ്ണുവേട്ടൻ എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ഒപ്പിടണം. ശാലിനി, വിഷ്ണുവേട്ട പ്ലീസ്, ഒപ്പിട്ടേ പറ്റൂ. പ്ലീസ്. ചില കാര്യങ്ങളിൽ ചില ഡൗട്ട്സ് ഒക്കെ എനിക്കുണ്ട്. അത് ഞാൻ മറ്റൊരു ദിവസം ഒന്ന് ക്ലിയർ ചെയ്തോളാം. ഇപ്പൊ തൽക്കാലം ഇത് മതി. അപ്പോ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ സംസാരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.